ഇക്കാലത്ത് ക്യാമിയോ റോളുകൾ അരോചകമായിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് തോന്നും. കാരണം ഇന്ന് ഈ ഒരു സിനിമ, ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇന്ന് ഒരു സിനിമ, അതായത് ഖലീഫ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. സിനിമ എങ്ങനെ ആയിക്കോട്ടെ, ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ആണല്ലോ ഓരോ സിനിമകൾ. പക്ഷേ ഇതിനകത്ത് നമ്മുടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ ചെയ്തു വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് ക്യാരക്ടറിന്റെ പേരൊക്കെ വലിയ സംഭവമാണ്. പക്ഷേ ഒരു ട്രോൾ മെറ്റീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം. നമുക്കൊരു വിഷമം കൊണ്ട് പറയുകയാണ്, ഇത്രയും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയുന്നത് പോലെ അറിയത്തില്ല എന്ന് പറയുന്ന പോലെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വലിയൊരു ഒരു പവറുണ്ട്. ആ പവർ ഇപ്പൊ ഈ അടുത്തിടയിലെല്ലാം ഈ ക്യാമിയോ വന്നങ്ങ് നശിപ്പിച്ചു കളയാണ്. ഇപ്പം ബൊബയിലായാലും തുടക്കത്തിലാണെങ്കിലും പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പോലും ഒരുപാട് സിനിമകൾ ഞാൻ ആലോചിക്കാറുണ്ട്, നേരത്തെയൊക്കെയുള്ള ക്യാമിയോ റോൾ അതായിക്കോട്ടെ, മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ, മോഹൻലാലിന്റെ ആയിക്കോട്ടെ, സുരേഷ് ഗോപിയുടെ ആയിക്കോട്ടെ, ചെറിയ താരങ്ങളുടെ പോലും നല്ലപോലെ ശ്രദ്ധിക്കപ്പെടും. അതിനുള്ള കാരണം ആ സിനിമയിൽ ഏറ്റവും അത്യാവശ്യമായ സീനുകളിലായിരിക്കും ഈ ക്യാമിയോ റോൾ കൃത്യമായിട്ട് അവർ പ്ലേസ് ചെയ്യുന്ന ഡയറക്ടേഴ്സ്. ഇപ്പോൾ ഉദാഹരണം മോഹൻലാലിന്റെ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ സമ്മർ 80 എന്തോ സൂപ്പർ ക്യാരക്ടറാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ മാരാറ്, കഥ പറയുമ്പോൾ അശോക് രാജ്, ആ സിനിമ തന്നെ ബിൽഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അതുപോലെ തന്നെ മനുവങ്കലിനകത്ത് മോഹൻലാലിന്റെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, മനുവങ്കലിനകത്ത് തന്നെ സുരേഷ് ഗോപിയുടെ മിന്നൽ പ്രതാപൻ, ഇതൊന്നും ആരും മറക്കത്തില്ല. പോട്ടെ, ചന്ദ്രലേഖയിലെ നമ്മുടെ അനിൽ കപൂറിന്റെ ക്യാരക്ടർ പോലും എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇത് ഈ സിനിമയിലുണ്ടല്ലോ, ഈ സിനിമയിൽ ഈ ഖലീഫ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നടന്നു വരുന്ന അതേ കോട്ടും സ്യൂട്ടും ഇട്ട്, ഇല്ലെ നമ്മളിലെ പ്രച്ഛന്ന വേഷത്തിൽ നമ്മൾ കുറച്ച് താടിയൊക്കെ ഇങ്ങനെ വെപ്പ് താടിയൊക്കെ വെച്ച് ഏതാണ്ടൊക്കെ ഈ അപ്പൂപ്പൻ താടിയൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ ഒരു ഡമ്മി നടന്നു വരുന്ന പോലെ നടന്നു വരികയും നാടക ഡയലോഗ് അടിക്കുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കാണാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ആര് തെറി പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഗംഭീര പ്രോജക്റ്റുകളാണ് ഇതിനെ കാത്തിരിക്കുന്നത്. ഇപ്പൊ ചിദംബരം, ജൂഡ് ആന്റണി, ദിലീഷ് പോത്തൻ, അനൂപ് സത്യൻ, ഇവരുടെ എല്ലാം നിൽക്കുമ്പം ഈ വെറുപ്പിക്കുന്ന ക്യാമിയോ റോൾ നിർത്തണം. കാരണം ഒരു തമിഴിലെ ജയിലറിൽ അവരൊരു തമിഴൻ വേണ്ടി വന്നു നമുക്കൊരു ഗംഭീര ലാലേട്ടന്റെ ക്യാമിയോ റോൾ കാണാൻ. എന്ത് സൂപ്പറായിട്ട് അൻഡി മ്യൂസിക് കൊടുത്തു. അത് എത്രയും മോഹൻലാലിന്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്യാമിയോ റോൾ ഒന്നായിട്ട് മാറി. പക്ഷെ ഇത് ഇങ്ങനെ തുടർന്നാൽ എല്ലാ ആഴ്ചയും അതിഥി തൊഴിലാളിയായിട്ട് ഇങ്ങനെ പോകുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ലാലേട്ടൻ ക്യാമിയോ റോളുകൾ കുറയ്ക്കുക. അത് അങ്ങയുടെ ഇഷ്ടമാണ്, എന്നാൽ പോലും കുറയ്ക്കുന്നത് മാക്സിമം ശ്രമിക്കുക. ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കാര്യം പറയാനുണ്ട്. ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ട്രോൾ മേടിച്ചിട്ടുണ്ട്. അടുത്ത വരുന്നുണ്ട് കാരക്കാമുറി ഷൺമുഖൻ, നല്ല സ്ട്രോങ് ക്യാരക്ടറൊക്കെ ആയിരുന്നു. പക്ഷെ മിക്കവാറും ട്രോൾ മെറ്റീരിയൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അതിഥി റോളുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കും.